ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ജാമ്യമില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് കൂടി വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കട്ടളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും കേസുകളിൽ പ്രതിയാണ് പത്മകുമാർ. നേരത്തെ കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ ജാമ്യാപേക്ഷയുമായി പത്മകുമാർ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. വിശദമായി വാദം കേട്ട കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതായിരുന്നു പ്രതിഭാഗം വാദം. ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നും പത്മകുമാർ വാദിച്ചു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവെച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണ് പത്മകുമാറിനെതിരെ ഉള്ളത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി കോടതി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കട്ടളപ്പാളി, ദ്വാരപാലക ശില്പം എന്നീ 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ ജാമ്യാപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. 14-ാം തീയതി ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം.